ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ മക്കളുടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ശേഷം പല അമ്മമാരുടെ ഒരു ടെൻഷനാണ് മക്കളെ എങ്ങനെ പഠിപ്പിക്കും എന്ന് ഓർത്തിട്ടാ. അതല്ല അമ്മമാർക്ക് വല്ല ഇപ്പൊ നന്നായി പഠിക്കുന്ന അല്ല പറഞ്ഞാൽ പെട്ടെന്ന് ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ കാര്യമല്ല, അല്ലാതെ ആവറേജ് അല്ലെങ്കിൽ തീരെ പഠിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കള്, പിന്നെ ചില മക്കളുണ്ട് നന്നായിട്ട് പഠിക്കും, കുറെയൊക്കെ ട്രൈ ചെയ്യും, പക്ഷെ പരീക്ഷ എടുക്കുമ്പോൾ വിചാരിച്ചൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണില്ല. മാത്രമല്ല പലതരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ്, അതായത് സ്പെല്ലിംഗ് തെറ്റിക്കുക, നമ്പേഴ്സ് തെറ്റിപ്പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലേ. അങ്ങനത്തെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ പഠിപ്പിച്ചെടുക്കാം, അതൊക്കെ ഭയങ്കര ടെൻഷനാണ് നമ്മമാർക്ക്. മനസ്സിലാക്കിയ ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചപ്പോൾ മനസ്സിലാക്കിയതും ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത്. എനിക്ക് കുറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, മക്കൾ ഇനിയും കുറെ പഠിക്കാനുണ്ട്. അപ്പൊ അത്രയൊക്കെ പഠിച്ചു വരുമ്പോൾ എന്താവും എന്റെ അനുഭവം എന്ന് എനിക്ക് അറിയില്ല. എന്നാൽ ഇത്രത്തോളം വരെയുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഫസ്റ്റത്തെ ഒരു ടിപ്പ് എന്ന് വെച്ചാല് നമ്മുടെ മക്കളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരെങ്ങനെയാണ്, അവരുടെ കാലിബർ എങ്ങനെയാണ്, അവർക്ക് എന്തിലാണ് ടാലന്റ് ഉള്ളത്, അവർക്ക് എവിടെയാണ് ഫോൾട്ടുകൾ ഉള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പൊ എനിക്ക് 2 മക്കളുണ്ട്. രണ്ടുപേരും ഈക്വലി ടാലന്റഡ് ആണ്, പക്ഷെ 2 രീതിയിലാണെന്ന് മാത്രം. അപ്പൊ ഒരു അവൾക്ക് ചിലപ്പോൾ പഠിക്കാനും അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ കഴിവെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസിലായിരിക്കും അവർക്ക് കഴിവ്. അല്ലെങ്കിൽ ചില സബ്ജക്റ്റിൽ നല്ലതായിട്ട് പഠിക്കാൻ പറ്റും, ചിലത്തിൽ അവർക്ക് പറ്റില്ല. ചിലർക്ക് എല്ലാ സബ്ജക്റ്റും കുഴപ്പമുണ്ടായിരിക്കില്ല. ചിലർ കുറെ നേരം ഇരുന്ന് പഠിക്കാൻ അങ്ങനെ കുഴപ്പമുണ്ടാവില്ല. ചിലർക്ക് കുറച്ച് നേരം പഠിക്കുമ്പോഴേക്കും മടുപ്പ് വരും. അപ്പൊ നമ്മുടെ മക്കൾ ഇപ്പൊ എത്ര മക്കളുണ്ടെങ്കിലും എല്ലാവരും വ്യത്യസ്തരായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മമാർ ഓരോ കുട്ടികൾക്കും പല സ്റ്റൈലും ഫോളോ ചെയ്യേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ കുട്ടി അത്യാവശ്യം പഠിച്ചിരുന്ന കാരണം നമുക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ടാവില്ല. പക്ഷെ രണ്ടാമതുണ്ടാവുന്ന കുട്ടി ചിലപ്പോൾ ആ കുട്ടിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാവും. അപ്പൊ നമ്മൾ ടോട്ടലി നമ്മുടെ ടെക്നിക്സ് ഒക്കെ മാറ്റേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മുടെ മക്കളെ മനസ്സിലാക്കുക, അവരെങ്ങനെയാണ്, അവർക്ക് എന്തിനാ ടാലന്റ് ഉള്ളത്, അത് മനസ്സിലാക്കുക. ഇനി അവർ പഠിക്കണില്ല, അവർ ആവറേജ് ആണ് അല്ലെങ്കിൽ വല്ലാതെ ലോ ആണ് വെച്ചാൽ നമ്മൾ വിഷമിക്കേണ്ട. കാരണം എല്ലാ കുട്ടികളും ഒരുപോലെ പഠിപ്പിസ്റ്റുകൾ പഠിക്കുന്നവരാവണമെന്നില്ല. അവർക്ക് മേ ബി വേറെ ഏതെങ്കിലും മേഖലയിലായിരിക്കും അവർക്ക് കഴിവുണ്ടായിരിക്കുക. അത് നമ്മളത് കണ്ടുപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളുടെ സിലബസിന്റെ സെലക്ഷൻ. ഞാനിപ്പോ ICSE, CBSE, കേരള സ്റ്റേറ്റ് ഇത് 3ഉം എനിക്ക് പഠിക്കേണ്ട സാഹചര്യം വന്നു. അതുകൊണ്ട് പല പല സ്കൂൾ മാറി മാറി പഠിച്ചുകൊണ്ട് എല്ലാ സിലബസുകളും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ക്യാരക്ടറിനും ഞാൻ പഠിക്കുന്ന സ്റ്റൈലിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേരള സ്റ്റേറ്റ് സിലബസ് ആണ്. കാരണം കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, പുറത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോഴായാലും അങ്ങനെയൊക്കെ കുറച്ചും കൂടി ആലോചിച്ച് എഴുതേണ്ട രീതിയിലാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസ് വരും. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് CBSE, ICSE സിലബസിൽ കാണുന്ന പോലെ എക്സാക്ട്ലി അത് പഠിച്ച അങ്ങനെ തന്നെ ആ ബുക്കിലെ കാര്യങ്ങൾ എഴുതാന്ന് വെച്ചാൽ എനിക്കത് എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് കുറെ കൂടി ഇഷ്ടമായിരുന്നത് ഇങ്ങനെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചപ്പോഴാണ്. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഇങ്ങനെ പഠിക്കാൻ അതുപോലെ ഉണ്ടാക്കി എഴുതാനുള്ള കഴിവുകൾ, ചിലർക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടാവില്ല. അപ്പൊ ബുക്കിലത്തെ അതേ കാര്യങ്ങൾ ഇപ്പൊ നന്നായി പഠിച്ച് അതുപോലെ എഴുതാൻ പറ്റുന്നവരുണ്ടാവും. ചിലർക്ക് കുറെ കൂടി ക്രിയേറ്റീവ് ആയിട്ട് എഴുതാൻ പറ്റുന്നവരുണ്ടാവും. അപ്പൊ നമ്മൾ മക്കൾ ആദ്യം ചിലപ്പോൾ ചേർത്തുമ്പോൾ ചിലപ്പോൾ CBSE, ICSE അല്ലെങ്കിൽ സ്റ്റേറ്റിലോ ഏതിലായാലും ചേർത്താം. ചിലപ്പോൾ ചില കുട്ടികൾ CBSE, ICSE ചേർത്ത് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും തുടക്കത്തിൽ ചിലപ്പോ. അപ്പൊ അങ്ങനെ അവർക്ക് ഒട്ടും പറ്റണില്ല എന്നുണ്ടെങ്കിൽ വെറുതെ അതിൽ കിടന്ന് അവരെ ബുദ്ധിമുട്ടിക്കണേലും നല്ലത് അവർക്ക് പറ്റുന്ന ഒരു സിലബസിലോട്ട് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില സ്കൂളുകളിലെ സ്ട്രിക്റ്റ് അതൊക്കെ ഓവറായി വരുമ്പോൾ കുട്ടികൾ ഭയങ്കര വീക്കായി പോകും. അവർക്ക് പഠിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല. അവർക്ക് ഫ്രീ ആയിട്ട് അവർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ചും കൂടി അവർക്ക് പറ്റുന്ന ഒരു സിലബസിലോട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത്. ഓരോ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ആവറേജ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളും അതുപോലെ തീരെ പഠിക്കാത്ത കുട്ടികൾക്കൊക്കെ അവരെ നമ്മൾ സ്പെഷ്യലായിട്ടും ശ്രദ്ധിക്കണം. അതായത് എന്തിലാണ്, ഏത് മേഖലയിലാണ് അവർക്ക് പ്രശ്നങ്ങൾ പറ്റണേന്ന് അത് മനസ്സിലാക്കി അവർക്ക് അവരെ പഠിപ്പിക്കാൻ ഒരു ടെക്നിക്ക് നമ്മൾ സ്വയം ഒന്നെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. ഇനി നമ്മൾ പാരന്റ്സ് എന്ന നിലയിൽ എല്ലാ പാരന്റ്സിനും നന്നായി പഠിപ്പിക്കാൻ അറിയണമെന്നില്ല. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോയിലൂടെ പലപ്പോഴും സംസാരിക്കും, പറഞ്ഞ് മനസ്സിലാക്കി തരെങ്കിലും ഒരു കുട്ടിയെ പഠിപ്പിക്കാനുള്ള ഒരു ക്ഷമ എനിക്ക് പലപ്പോഴും ഉണ്ടെന്ന് തോന്നാറില്ല. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ എനിക്ക് ഒരു ക്ലാസ് ഒരു ഇതെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും വരെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഒട്ടും ക്ഷമ കിട്ടുന്നില്ല. മാത്രമല്ല എന്റെ സൗണ്ടിനൊക്കെ സ്ട്രെയിൻ വരുമ്പോൾ എനിക്ക് സൗണ്ട് അടപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. കാരണം ഞാൻ മക്കളെ അടിച്ച് പഠിപ്പിക്കുന്ന രീതി എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തും അങ്ങനെയൊക്കെ ആയിട്ട് എന്റെ സൗണ്ടിനും സ്ട്രെയിൻ ആയി തുടങ്ങി, നമുക്ക് സ്ട്രെസ്സും കൂടുതലാൻ തുടങ്ങി. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് അത്ര പഠിപ്പിക്കാനുള്ള ഒരു ടാലന്റ് ഇല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ മക്കളെ ട്യൂഷന് വിടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവർ അത്യാവശ്യം പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പഠിപ്പിക്കലും വല്ലാത്ത ഓവർ സ്ട്രെയിൻ നമ്മൾ കൊടുക്കുമ്പോൾ അവർ പഠനത്തെ വെറുക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അതിനെക്കാട്ടും നല്ലത് നന്നായി പഠിപ്പിക്കാൻ അറിയുന്ന, വല്ലാത്ത അടിയും ബഹളം ഒന്നും ഇല്ലാത്ത ഒരു നല്ലൊരു സ്ഥലത്ത് നോക്കിയിട്ട് അവരെ, നമുക്കതിനെ പറ്റണില്ല എങ്കിൽ, നമുക്കത് പൈസ കൊടുത്ത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചേർത്തി പഠിപ്പിക്കുന്നതാവും നല്ലത്. കാരണം ചില കുഞ്ഞുങ്ങളെ നമ്മൾ ചിലപ്പോൾ വിചാരിച്ചാലും നമുക്കത് പഠിപ്പിക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. അതുകൊണ്ട് പറഞ്ഞാണ്. പക്ഷെ നമുക്ക് അതിന്റെ ടെക്നിക്ക് മനസ്സിലായി പഠിപ്പിക്കാൻ നല്ല ക്ഷമയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കാം, ഒരു കുഴപ്പമില്ല. ഇനി അവർ സ്വയമേ പഠിക്കാൻ അവരുടേതായ രീതി അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്ക് കുറഞ്ഞാലും സാരില്ല, അവർക്ക് പറ്റുന്ന രീതിയിൽ പതുക്കെ
അവർ പഠിച്ച് ഒരു വലിയ ക്ലാസ് എത്തിപ്പിക്കും ശരിയാവും. കാരണം ഞാൻ പല കുട്ടികളെയും കണ്ടിട്ടുണ്ട്, നമ്മുടെ മക്കളിലും കണ്ടിട്ടുണ്ട്, അവർ ചെറുപ്പത്തിലെ ഉള്ള പോലെയല്ല ഇപ്പോൾ, ഒരുപാട് മാറ്റം. അത് അവർക്ക് ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി തനിയെ അവർക്ക് എങ്ങനെ പഠിക്കണം ടെക്നിക്ക് അവർക്ക് വരും. പിന്നെ ഫുള്ളായിട്ടും എല്ലാവർക്കും ചില കാര്യങ്ങളൊക്കെ ഉള്ളത് ക്ലിയർ ആവാൻ കുറച്ച് സമയം എടുക്കും. അത് ഗ്രാജുവലി ചിലപ്പോൾ അവർ കോളേജിൽ എത്തുമ്പോഴേക്കേ ആവും തന്നെ പഠിക്കാനും അത് ക്ലിയർ ആവാനൊക്കെ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ടോപ്പേഴ്സ് ആയിട്ട് ഇരുന്നിട്ടുള്ള കുട്ടികളല്ല പഠിച്ച് ജോലിയൊക്കെ കിട്ടിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ആവറേജ് ആയിട്ട് ഇരുന്ന, ചിലപ്പോൾ വളരെ മാർക്ക് കുറഞ്ഞവരെയും നല്ല ഇതിൽ കണ്ടിട്ട് ടോപ്പേഴ്സ് ആയിട്ട് ഒന്നിലെത്തിച്ചേരാത്ത പലരെയും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കിട്ടുന്ന മാർക്കിലൊന്നല്ല കാര്യം, ഭാവിയിൽ അവർ ഇമ്പ്രൂവ്മെന്റ് വരണം. അപ്പൊ അത് ചെറിയൊരു കാര്യത്തിലായാലും ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ നോക്കേണ്ടത്. അവർക്ക് പഠിക്കാൻ ഇത്തിരി ബാക്കിലേക്ക് ആണെന്ന് വിചാരിച്ചിട്ട് ഫുൾ ടൈം പഠിപ്പിക്കാനായിട്ട് ഇരുന്നാലും അവർക്ക് അത് ഇറിറ്റേഷൻ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അവർക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന മക്കളാണ്. പഠിക്കുന്നതിൽ കുറച്ച് സ്ലോ ആയില്ല, അവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നല്ല കഴിവുണ്ടായിരിക്കും. മാത്രമല്ല വേറെ പല ടാലൻസ് അവർ ഉണ്ടായിരിക്കും. അപ്പൊ അത് അവർക്ക് ഒരു ദിവസത്തിൽ കുറച്ച് നേരം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അല്ല ക്ലാസ് വിട്ട് വന്നപ്പോൾ തന്നെ ഇരുത്തി പഠിപ്പിക്കാൻ എത്തി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഒരു 1 hour അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഫ്രീ ടൈം ആക്ടിവിറ്റീസ്, അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് ടൈം വീട്ടിൽ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചില മക്കളുണ്ട് ഓവറായിട്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലോട്ട് പോകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവർ പഠനത്തിൽ ബാക്കിലോട്ട് പോകും. അപ്പൊ അതനുസരിച്ച് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം. അപ്പൊ ഒരുപാട് ആക്ടിവിറ്റീസും കൊടുക്കരുത്, എന്നാൽ ഫുൾ ടൈം പഠിക്കാനും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഒരു ബാലൻസിൽ പോകുന്ന രീതിയിൽ. അടുത്തത്, മക്കളുടെ സ്കൂളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പരമാവധി വീടിന്റെ വല്ലാണ്ട് അകലക്കുള്ള സ്കൂളുകൾ സെലക്ട് ചെയ്യാണ്ടിരിക്കും നല്ലത്. പ്രത്യേകിച്ച് പഠിക്കാൻ ഇപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കുട്ടികൾ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് യാത്ര ചെയ്ത് ലേറ്റ് ആയിട്ടൊക്കെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കളിക്കാനോ അതിനൊന്നും അധികം ടൈം കിട്ടില്ല. കാരണം കൂടുതൽ സമയം യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ കുറച്ച് നേരമാണ് റെസ്റ്റ് എടുക്കാൻ കിട്ടുക. അപ്പോഴേക്കും തന്നെ പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. അടുത്ത ദിവസം രാവിലെ പിന്നെയും നേരത്തെ എഴുന്നേറ്റ് പോകണം, കാരണം അവരുടെ സ്കൂളിൽ ഒരുപാട് ദൂരമൊക്കെ ആണെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഒരു ഫ്രീ ഇല്ലാത്തൊരു ഫീലാണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് പരമാവധി വീടിനോട് ചേർന്നിട്ടുള്ളതോ അല്ലെങ്കിൽ വല്ലാത്ത ഒരുപാട് ലേറ്റ് ആവാണ്ട് വീട്ടിലേക്ക് എത്താൻ പറ്റുന്ന സ്കൂളുകൾ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ഫസ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല സ്കൂൾ, സിലബസ് കാര്യങ്ങളെല്ലാം നോക്കും. അതിന്റെ ഒപ്പം തന്നെ അവർക്ക് പോയി വരാനുള്ള സൗകര്യം കൂടിയിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കും. അടുത്തൊരു കാര്യം എന്താ വെച്ചാല്, നമ്മളിപ്പോ ചില കുട്ടികളെ 1ാം ക്ലാസ് മുതൽ ഒരു 4ാം ക്ലാസ് വരെയൊക്കെ പഠിപ്പിച്ച് വരുമ്പോഴേക്കും അവർക്ക് ആ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ തനിയെ ഇരുന്ന് സെൽഫ് സ്റ്റഡി ചെയ്യാനായിട്ട് പഠിക്കും. അപ്പൊ അങ്ങനെ പഠിക്കണം, അതാണ് അതിന്റെ നല്ലത്. കാരണം സെൽഫ് സ്റ്റഡി പഠിച്ചാൽ, സ്വയം പഠിക്കാൻ പഠിച്ചാലാണ് അവർ ഭാവിയിൽ അങ്ങനെ തനിയെ പഠിക്കുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ എല്ലാ കുട്ടികൾക്കും അങ്ങനെ പറ്റണമെന്നില്ല. ചില കുട്ടികൾക്ക് നമുക്ക് ചിലപ്പോൾ 10th വരെ അവരുടെ കൂടെ ഒന്ന് ചിലപ്പോൾ നിൽക്കേണ്ടി വരും, ബാക്കിലൊന്നും നിൽക്കേണ്ടി വരും, നമ്മളൊന്ന് പറയേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ പഠിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ അങ്ങോട്ട് പഠിച്ചിട്ട് ആ ഒരു കടന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഇത് കിട്ടിയെന്ന് തോന്നിയാൽ പിന്നെ അവർ തനിയെ അങ്ങോട്ട് പഠിച്ചോളൂ. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. 10th വരെ പാരന്റ്സ് കൂടി ഇരുന്നിട്ട് പിന്നെ അത് കഴിയുമ്പോൾ അവർ തനിയെ നന്നായി പഠിക്കാൻ സെൽഫ് സ്റ്റഡി അങ്ങനെ ചെയ്യണവർക്ക് മനസ്സിലായ കുട്ടികളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അയ്യോ എന്റെ മോൾ ഇത്രയും ആയിട്ടും എന്തുകൊണ്ട് തന്നെ പഠിക്കുന്നില്ല എന്നോർത്ത് വിഷമിക്കണം. ഞാൻ പറഞ്ഞില്ല, എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. അവർക്ക് നമ്മുടെ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ ചിലവർക്ക് മടി ഉണ്ടായിരിക്കും, ഇഷ്ടമുണ്ടായിരിക്കില്ല. അത് അവരങ്ങനെയാണ്, നമ്മൾ എന്താ ചെയ്യുക, ദൈവം അങ്ങനെ ആയിരിക്കും അവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മടി കാര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു ബാക്ക് സപ്പോർട്ട് അവർക്ക് വേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒന്ന് നമ്മൾ ചെറുതായിട്ട് പുഷ് ചെയ്യുക, ഒന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ അവരെ ഒരു ഏജ് വരെ ചിലപ്പോൾ നമ്മൾ ഒന്ന് നോക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞ് ഒരു ഇതെത്തിക്കഴിയുമ്പോൾ അവർക്ക് തനിയെ ഒരു ഫീൽ അവർക്ക് വരും, അങ്ങനെ പഠിക്കും. ഞാനിപ്പോ കമന്റ്സിൽ നിങ്ങൾ പാരന്റ്സ് കുട്ടികളെ പഠിപ്പിക്കുന്ന പാരന്റ്സിനോട് ചോദിച്ചാൽ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ മോൾ അങ്ങനെയാണ്, എന്റെ മോൻ അങ്ങനെയാണ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ബാക്കിൽ ഇപ്പൊ നമ്മൾ ട്യൂഷന് വിട്ടാലും, നമ്മൾ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് പഠിപ്പിച്ചാലും വീട്ടിൽ വന്നാല് നമ്മൾ അവരെ ഇങ്ങനത്തെ കുട്ടികളെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം. അല്ലാതെ വേറെ ഒരു മാർഗവും ഇതിനില്ല. കാരണം വേറെ ഒരു വഴി എനിക്ക് തോന്നുന്നില്ല, കാരണം നോക്കാണ്ട് പറ്റില്ല. ഇനി ഈ പഠിക്കുന്ന മക്കളുണ്ടല്ലോ, ഇവരെങ്ങനെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം, അതിന് വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സ്പെസിഫിക് ടൈം വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ പഠിക്കാൻ അങ്ങനെ ഇഷ്ടമില്ലാത്ത മക്കള് അല്ലെങ്കിൽ പഠിക്കാൻ ആവറേജ് ആയവർക്കൊക്കെ എങ്ങനെ പഠിക്കണമെന്ന് അവർക്ക് ഒരു ഐഡിയ ഇല്ല, അത് പ്ലാൻ ചെയ്യാൻ അവർക്ക് അറിയില്ല, എത്രത്തോളം എങ്ങനെ പഠിക്കണമെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അത് എത്ര ക്ലാസ് ആയാലും അവർ കുറച്ചെത്തിയാൽ അവർക്ക് അത് അതിന്റെ ഒരു ടെക്നിക്ക് പിടികിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഇല്ലാത്ത കുട്ടികൾക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കൃത്യമായൊരു റുട്ടീൻ, അതായത് ക്ലാസ് വിട്ട് വന്ന ഇത്ര ടൈം ഫ്രീ ടൈം അവർ ഫ്രീ ആയിട്ടിരിക്കട്ടെ. നമ്മൾ അതിന്റെ ഇടയിൽ പഠിക്കുന്നതിന്റെ കാര്യം ഒന്നും ചോദിക്കണ്ട. അത് കഴിഞ്ഞാല് അവർ കുളിച്ച് ഫ്രഷ് ആയി വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുക, എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്താണെന്ന് ചെയ്യണ ഹോംവർക്കുകൾ, എന്താണെന്ന് പഠിക്കേണ്ടതെന്ന് ഒരു ലിസ്റ്റ് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. 5 കാര്യമുള്ളെങ്കിൽ 5 കാര്യം മതി. ഓക്കെ, അത് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് ഒറ്റയടിക്ക് പറഞ്ഞാൽ ആർക്കും അതിൽ ഇഷ്ടം ഉണ്ടാവില്ല, നമുക്ക് അതിൽ ഇഷ്ടപ്പെടില്ലല്ലോ. അതേപോലെ തന്നെയാണ് അവരും.
ഒരു 5 കാര്യം നമ്മൾ എഴുതിയെടുത്തിട്ട് ആ 5 കാര്യം ഇന്ന് ഉറങ്ങുന്നതിന് മുൻപ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ഇത് വെക്കുക. അത് കഴിഞ്ഞിട്ട് അവരത് ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ അത് ചെയ്തോ എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. കാരണം ചിലപ്പോൾ അവർ സൂത്രപ്പണിയൊക്കെ ചെയ്യും, കാരണം പകുതി ചെയ്യൊന്നുമില്ല, നമ്മൾ പറ്റിക്കും. കാരണം മടി വരുമ്പോൾ ആരായാലും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉറപ്പ് വരുത്താം അവരത് ചെയ്തിട്ടുണ്ടോന്ന്. അപ്പൊ ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അവരവരുടെ അന്നാന്നത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. മാത്രമല്ല ക്ലാസ്സിൽ എടുക്കണതിന്റെ ഒപ്പം തന്നെ അന്നാന്ന് എടുത്ത് പോണത് അന്നാന്ന് പഠിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതോടൊപ്പം തന്നെ ഇപ്പൊ റിവിഷൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. പിന്നെ ചില മക്കൾക്ക് ഇപ്പൊ ഇതിങ്ങനെയൊക്കെ വെച്ചിട്ട് പഠിച്ചാലും പേപ്പറിൽ വരുമ്പോ ആ ഒരു മാർക്ക് ചില സമയത്ത് കിട്ടാറില്ല. അതെന്താന്ന് വെച്ചാല് അവര് പഠിച്ചെടുത്തതോ മനസ്സിലാക്കിയതിലോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പൊ അവര് വന്ന് മാർക്ക് പറയുമ്പോൾ നമ്മള് ഓവറായിട്ട് കിടന്ന് അവര് ഇതാക്കാതെ അടുത്ത വട്ടം എങ്ങനെ അത് ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം. അങ്ങനെ ഇത്തിരി ആയാൽ തന്നെ അവർ ക്ലിയർ ചെയ്യല. ഒറ്റയടിക്ക് അവർക്ക് ടോപ്പർ ഒന്നും ആവാൻ പറ്റില്ല. ചിലപ്പോൾ ടോപ്പർ ആയിന്നും വരില്ല. അങ്ങനെ ടോപ്പർ ആവലല്ല നമ്മുടെ ലക്ഷ്യം. അവർ ലൈഫിൽ എവിടെയെങ്കിലും നല്ലൊരു ഇതിൽ എത്തിച്ചേരാ എന്നുള്ളതാണ്, അവരുടെ കഴിവിനനുസരിച്ച് കാര്യം എത്തിച്ചേരാ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ടോപ്പറിൽ എത്തിക്കാൻ എന്നുള്ളതല്ല നമ്മുടെ ഗോൾ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ദിവസം എങ്ങനെ അവർ ബെറ്റർ ആക്കാം എന്നുള്ളത് നോക്കാം. ഇനി ഞാൻ എപ്പോഴും എന്റെ മക്കളോട് പറയാറുള്ളത്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മാക്സിമം എഫേർട്ട് നിങ്ങൾ എടുക്കുക. പിന്നെ നിങ്ങളുടെ മാർക്ക് ചിലപ്പോൾ നമ്മൾ അന്ന് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ചിലപ്പോൾ കുറയും. എത്ര പഠിച്ചാലും ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ടഫ് ആയി പോയ മാർക്ക് കുറയാം. അന്നത്തെ സാഹചര്യം പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ചില സമയത്ത് ഇവരും പ്രോപ്പറായിട്ട് പഠിക്കാതെ പോയിട്ട് മാർക്ക് കുറഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വഴക്ക് പറയും. കാരണം അവർ എഫേർട്ട് എടുത്തിട്ടില്ല എന്ന് നമുക്കറിയാം. എന്നാൽ അവർ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടും മാർക്ക് കുറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അതിലൊന്നും ചോദിക്കില്ല. കാരണം വെച്ചാൽ അവർ മാക്സിമം നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ മാർക്ക് കുറഞ്ഞു പോയി. ഓക്കെ, അപ്പൊ അത് ഉറപ്പ് വരുത്തുക. അപ്പൊ അങ്ങനെ അവർ പഠിക്കുന്നുണ്ടോന്ന്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുട്ടികൾ പഠിക്കുന്നുണ്ടോന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം ജോലി എല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ ഇവരെ നോക്കണ്ടേ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മക്കള് പഠിക്കണം, ഒരു ഇതിലെത്തി നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തി കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും നമ്മൾ അവരുടെ കൂടെ ഇരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടുള്ള മക്കളെ നമുക്ക് പഠിപ്പിച്ച് അവരെ എങ്ങനെയും കൊണ്ടുവരണ്ടേ, ആ ടെക്നിക്ക് പഠിപ്പിക്കണ്ടേ, ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും അവിടെ പോയിട്ടിരിക്കുക. കാരണം നമ്മളെക്കാട്ടും ബെറ്റർ പൊസിഷനിൽ നമ്മുടെ മക്കളെ എത്തുന്നതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മക്കളെ പഠിപ്പിക്കാതിരിക്കുമ്പോൾ നിർബന്ധമായിട്ട് നമ്മുടെ ഫോൺ എന്ന് പറഞ്ഞ സാധനം അവിടെ മാറ്റി വെക്കുക. കാരണം നമ്മൾ അവിടെ പഠിപ്പിക്കാൻ ഇരുന്നിട്ട് വെറുതെ നോക്കാനാ ഞാനാണെങ്കിൽ ഇപ്പൊ പഠിപ്പിച്ചൊന്നും കൊടുക്കാറില്ല, ജസ്റ്റ് അവിടെ ഇരിക്കുള്ളൂ. പക്ഷെ നമ്മൾ അവിടെ ഇരുന്ന് ഞാൻ വല്ല ബുക്ക് വായിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും തുണി മടക്കി വെക്കുക, അങ്ങനത്തെ പണിയൊക്കെ ചെയ്യും. ഫോൺ എടുത്ത് നമ്മൾ നോക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ അതിൻ്റെ ഇടയിൽ കൂടെ പഠിക്കുന്നില്ല, സൂത്രം കാണിച്ച് ഓരോന്നൊക്കെ കാണിച്ചിരിക്കും, അവർ പഠിക്കില്ല. അപ്പൊ ഫോൺ നമ്മൾ എടുക്കരുത്. നമ്മളും ഒരു സാക്രിഫൈസ് പോലെ ഫോൺ മാറ്റി വെക്കുക. അവരെ പഠിപ്പിച്ച് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു 10 o'clock അല്ലെങ്കിൽ 10:30 ആകുമ്പോൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം പിന്നെ ഫോൺ നോക്കുക. അല്ലാതെ അവരുടെ മുമ്പിൽ ഇരുന്ന് ഫോണും നോക്കിയിരുന്ന് ഓരോന്നൊക്കെ ചെയ്ത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ ഇരുന്നാൽ തന്നെ അവരൊന്നും പഠിക്കില്ല. അത് മാത്രമല്ല, കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് വരുന്ന പോലെ TV പ്ലേ ചെയ്ത് വെക്കുക, അവിടെ കിടന്ന് കുറെ ബഹളം വെക്കുക. അപ്പൊ അവർക്ക് ഒട്ടും പഠിക്കാൻ ഒരു സുഖം ഫീൽ ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള ഇതിലല്ലാതെ പ്രോപ്പർ ആയിട്ട് അവർക്ക് ഒരു ടൈമിംഗ് കിട്ടുന്ന പോലെ ആ ഒരു 3 മണിക്കൂർ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളെ ഈ പഠിക്കുന്ന സമയത്ത് അവർക്ക് പഠിക്കാനായിട്ട് ഒരു സ്പേസ് അത് നല്ല വൃത്തിയായിട്ട് ആവശ്യത്തിനുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഒരു സ്റ്റഡി സ്പേസും കൂടി അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ റൂം എപ്പോഴും നല്ല ഒതുക്കി സെറ്റാക്കി വെക്കുക. അപ്പൊ തന്നെ പഠിക്കാൻ കുറച്ചും കൂടി ഒരു വൈബ് കിട്ടും. അത് മാത്രമല്ല, പഠിക്കാനിരിക്കുമ്പോൾ എപ്പോഴും കുളിച്ച് ഫ്രഷ് ആയി സെറ്റായിട്ട് വിശപ്പൊക്കെ മാറി ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ വെച്ചാൽ ഇരിക്കുമ്പോഴേക്കും തുടങ്ങും വിശക്കണു, കുറച്ച് കഴിയുമ്പോൾ കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് ഉറക്കവും വരും. അപ്പൊ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് പഠിക്കാനായിട്ട് ഇരിക്കുക. നല്ല രീതിക്ക് പ്രാർത്ഥിച്ച് പോസിറ്റീവായിട്ട് കുട്ടികളെ എപ്പോഴും നിനക്ക് പറ്റും, നിനക്ക് ട്രൈ ചെയ്ത് പറ്റും. പിന്നെ ദേഷ്യമൊക്കെ എല്ലാവർക്കും വരും, ആരായാലും ചീത്തയൊക്കെ പറയും. അത് കഴിഞ്ഞ് അവരെ സാന്ത്വനിപ്പിച്ച് വീണ്ടും നമ്മൾ ട്രൈ ചെയ്യാം. അതാണ് ഇവര് പല അടവും കാണിക്കും. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ അവരുടെ ഇറിറ്റേഷൻ നമ്മൾ വീഴരുത്. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് അത് ഓവർകം ചെയ്ത് അവർക്ക് മനസ്സിലാവും ഇനി അമ്മേനെ പറ്റിക്കാൻ പറ്റില്ല എന്നൊരു പൊസിഷൻ വരുമ്പോൾ അവർ തനിയെ അങ്ങോട്ട് പഠിക്കും. അപ്പൊ ആ ഒരു കാര്യം കൂടിയിട്ട് ശ്രദ്ധിക്കാം. അല്ല പഠിക്കാൻ മടിയാണ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടിപ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.